നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിലെ MLA ശ്രീ എൻ ശക്തൻ, മുൻ സ്പീക്കർ കൂടിയായിരുന്ന ശ്രീ എൻ ശക്തൻ, അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. അത് സമുദായത്തിന് അർഹമായ ഒരു പരിഗണന മന്ത്രിസഭയിൽ ഇത്തവണ ലഭിച്ചില്ല എന്നൊരു പരാതി അദ്ദേഹത്തിനുണ്ട്. എങ്ങനെയാണ് ഇത്തവണ ലത്തീൻ വിഭാഗത്തിന് അതൃപ്തിയുണ്ട്, പട്ടിക വിഭാഗത്തിന് അതൃപ്തിയുണ്ട്, നാടാർ വിഭാഗത്തിന് ഒരു മന്ത്രിയില്ല എന്നുള്ളൊരു അതൃപ്തി പരസ്യമായില്ലെങ്കിലും കേട്ടു. എങ്ങനെയാണ് ഒരു മുതിർന്ന നേതാവ് UDF അധികാരത്തിൽ വരുമ്പോഴെല്ലാം ഈ നാടാർ വിഭാഗത്തിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. UDFന് പ്രാതിനിധ്യമില്ലാത്ത അടുത്ത കാലത്ത് വന്ന ആദ്യത്തെ മന്ത്രിസഭയാണ് ഇപ്പോൾ കേരളത്തിൽ ഇരിക്കുന്നത്. അതിൻ്റേതായ അമർഷം സമുദായത്തിനുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നാടാർ സമുദായം LDFന് വോട്ട് ചെയ്തു. ഇത്തവണ ഒറ്റക്കെട്ടായി എല്ലാ വിഭാഗവും ഈ സമുദായത്തിലെ പിന്തുണ നൽകിയിരുന്നു. ഇവിടെ 7 MLAമാരുണ്ടാകും. ഒരു MLA ഉണ്ടായിരുന്ന നിയോജകമണ്ഡല ജില്ലയിൽ 7 MLAമാരുണ്ടായത് ഈ സമുദായം ഒറ്റക്കെട്ടായി വോട്ട് ചെയ്തുകൊണ്ടും ലത്തീൻ വിഭാഗം UDFന് വോട്ട് ചെയ്തുകൊണ്ടുമാണ്. ഈ രണ്ട് പ്രബല വിഭാഗങ്ങളെയും ഇത്തവണ തഴഞ്ഞു. അതിൻ്റേതായ രോഷം അണികൾക്കുണ്ട്, നിയോജകമണ്ഡലങ്ങളിലെ ജനങ്ങൾക്കുണ്ട്, സമുദായത്തിനുമുണ്ട്. തീരദേശ മേഖലയിലുള്ള ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ ഒറ്റക്കെട്ടായി നിന്നാണ് വിജയിപ്പിച്ചത്. അതെ, അപ്പോൾ അണികൾക്ക് അമർഷമുണ്ട്. അപ്പോൾ അവർ നേതൃത്വത്തിനോട് താങ്കൾ സംസാരിച്ചോ? ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ ഉണ്ടാവുമോ? പ്രതീക്ഷയുണ്ടോ? എങ്ങനെയാണ്? പുതിയ മന്ത്രിമാരെ പ്രഖ്യാപിച്ചതിന് ശേഷം ഞാൻ ഒരു മന്ത്രിയെ നേരിൽ കണ്ടില്ല. അതുകൊണ്ട് എൻ്റേതായ ഒരു പ്രതിഷേധവും ആരെയും അറിയിക്കുകയില്ല. പക്ഷേ ജനങ്ങൾക്ക് അമർഷമുണ്ട്. ഈ ലത്തീൻ സഭയൊക്കെ മുന്നോട്ട് വന്നതുപോലൊരു പരസ്യ പ്രതികരണത്തിലേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് മന്ത്രിസ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞു ഒരു വിഭാഗവും പരസ്യമായി പ്രതികരിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് വിഭാഗം മുന്നോട്ട് പ്രശ്നങ്ങളായിട്ട് വരാതിരുന്നത്. ഇവിടെ നെയ്യാറ്റിൻകര നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് ഇപ്പോഴും എൻ്റെ കൂടെ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അവർ പല പ്രാവശ്യം എന്നോട് ചോദിച്ചു, ഞങ്ങൾ പ്രകടനം നടത്തിട്ടോ പ്രതിഷേധം ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യരുത്, അനങ്ങരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ നേതൃത്വത്തിനോട് പറയുന്നില്ല, അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല, ഹൈക്കമാൻഡിലും ശ്രദ്ധയിൽപ്പെടുത്തുന്നില്ല, വേണ്ട എന്ന് തന്നെയാണ് ഇത്തവണ. വേണ്ട എന്നല്ല, പാർട്ടിക്ക് പിന്നെ താല്പര്യമുള്ളപ്പോൾ തരട്ട്, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇത് അടുത്ത തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നാണോ താങ്കളുടെ? ഉറപ്പായി ബാധിക്കും. അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പുകൾ, തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം ഇത് ബാധിക്കും. തീർച്ചയായും നേതൃത്വം കൂടി അറിയേണ്ട കാര്യമാണ്. പരസ്യ പ്രതികരണത്തിനില്ലെങ്കിലും നാടാർ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം ഇത്തവണത്തെ UDF മന്ത്രിസഭയിൽ ലഭിച്ചില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിലും ബാധിക്കുമെന്ന് പറയുകയാണ് ശ്രീ എൻ ശക്തൻ.